ചെറിയഴിക്കൽ തീരത്തടിഞ്ഞ കണ്ടെയ്നർ വസ്തുക്കൾ CFA ഗ്രൗണ്ട്, അതായത് ചെറിയഴിക്കൽ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ അടിഞ്ഞിരിക്കുകയാണ്. അതായത് ശക്തമായ തിരമാലയാണ് കടലിൽ അനുഭവപ്പെടുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്, ശക്തമായ മഴയും ശക്തമായ കാറ്റും നിലനിൽക്കുന്നു. ഈ അടിഞ്ഞ വസ്തുക്കൾ എന്തെന്ന് പരിശോധിക്കാൻ വേണ്ടി കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താൻ ഇപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ പരിശോധന നടത്താൻ തയ്യാറാവുന്നില്ല. നാളെ രാവിലെ പരിശോധന നടത്തും എന്നുള്ള രീതിയിലാണ് അവർ മറുപടി പറഞ്ഞത്. എന്നാൽ ഇതിനെപ്പറ്റി ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ അതുപോലെ തന്നെ സുരക്ഷാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയൊക്കെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലായിരിക്കും ഈ കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാവുക. കൃത്യമായി പറയുകയാണെങ്കിൽ നാളെ രാവിലെയോടെ ഈ പരിശോധനകൾ നടക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്, ഔദ്യോഗികമല്ലാത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് സംരക്ഷണം ഉൾപ്പെടെ ഈ മേഖല, അതായത് ഈ വസ്തുക്കൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ള കർത്തവ്യം പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ ഭരണകൂടത്തിന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒട്ടേറെ ആളുകളാണ് ഇതെല്ലാം തന്നെ കാണാൻ വേണ്ടി എന്താണ് ഇതിനുള്ള ഈ കണ്ടെയ്നറകത്ത് എന്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇവിടെ എത്തിയിരുന്നത്. രാത്രിയിൽ പ്രതികൂല കാലാവസ്ഥയിൽ തന്നെ ഒട്ടേറെ ജനങ്ങളാണ് ഇവിടെ എത്തിയിരുന്നത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ശക്തമായ സുരക്ഷയിൽ തന്നെയാണ്, അതായത് ക്രോസ് സീൽ ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ്. രാത്രിയിൽ മുഴുവൻ പോലീസിൻ്റെ കാവൽ ഈ വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ കാണുന്നതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി.